അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ജയിക്കുക. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഇനമില്ലെന്നായാൽ യാതൊന്നുമില്ല. ലോക വ്യവഹാരത്തിനുതകത്തക്കവണ്ണം വേർതിരിച്ചു കാട്ടുന്നതുകൊണ്ട് ഈ രൂപ വൈവിധ്യത്തെ വർഗമെന്ന് പറയുന്നു. വർഗമില്ലെന്ന് വന്നാൽ ഭൂമിയിൽ വേർതിരിച്ചുള്ള വ്യവഹാരം ഒന്നും സാധ്യമാകാതെ പോകും. പ്രിയരെ, ഒരു കളിപ്പാട്ടം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കുറച്ചുനേരം കഴിയുമ്പോൾ ആ കളിപ്പാട്ടത്തിൽ മടുപ്പുണ്ടാകും. അപ്പോൾ അമ്മ വേറൊരു കളിപ്പാട്ടം നൽകും. അതിലും മടുപ്പുണ്ടാകുമ്പോൾ മറ്റൊന്ന് കൊടുക്കും. ഇങ്ങനെ ഓരോ മടുപ്പിലും പുതിയ കളിപ്പാട്ടമാണ് കുട്ടിക്ക് സന്തോഷം നൽകുന്നത്. കൊടുത്തത് തന്നെ വീണ്ടും കൊടുത്താൽ അവനിലെ കളിവാസന നിന്നുപോകും. ഏതാണ്ട് ഈ സ്വഭാവത്തോടു കൂടിയതാണ് പ്രകൃതിയും. മനുഷ്യനുൾപ്പെടെയുള്ള സകല ചരാചര വസ്തുക്കളും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അവകളെല്ലാം ഓരോരോ ഇനങ്ങളായി ഓരോരോ പേരുകളാൽ അറിയപ്പെടുന്നു. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അത് ഇന്ന ഇനമാണെന്നും ആ ഇനം എന്തിനുള്ളതാണെന്നും മനുഷ്യന് മനസ്സിലാവുന്നു. അതുപോലെ ഓരോ ഇനവും ഇന്നതെന്ന് അറിഞ്ഞ് ലോക വ്യവഹാരം നടത്തുവാൻ മനുഷ്യന് സാധിക്കുന്നത് ഓരോ ഇനങ്ങളെയും അത് ഇന്നതെന്ന് തിരിച്ചറിയുവാനുള്ള സാമാന്യ ബോധം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഭൂമിയിൽ ഇനങ്ങളൊന്നും ഇന്നതാണെന്ന് അറിയുന്ന നില ഇല്ലാതെ വന്നാൽ ഇത് ഇന്ന ഇനം എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെയാകും. ഗോതമ്പ്, അരി, കടല, വൃക്ഷം, ആന, ജലം, അഗ്നി, വായു, സ്വർണം തുടങ്ങിയുള്ള ഇനങ്ങളൊന്നും ഇന്നതാണെന്നുള്ള അറിവ് ഇല്ലാതെ വരുന്ന ഒരു ലോകത്ത് മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കാതെ വരും. ലോകത്ത് എല്ലാ വിനിമയവും വ്യവഹാരവും ബന്ധങ്ങളും ഇല്ലാതെയാകും. അത്തരമൊരു അവസ്ഥ ആലോചിച്ചാൽ തന്നെ ഇരുണ്ട ഒരു ഭൂഖണ്ഡത്തിൽ ഒറ്റപ്പെട്ടവനെ പോലെ മനുഷ്യൻ ഭയാക്രാന്തനാകും. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് ഉപയുക്തമായ നിലയിലാണ് സർവ്വ ഇനങ്ങളും ഇന്നതാണെന്നറിയുന്ന നിലയിൽ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ വിന്യസിച്ചിട്ടുള്ളത്. അവയെ കാലാകാലം അറിഞ്ഞും അനുഭവിച്ചും അവയിലെല്ലാം നിലകൊള്ളുന്നത് ഒരേ പ്രകൃതിയാണെന്ന ബോധം സദാ സ്മരിച്ചും കഴിഞ്ഞുകൂടുന്നവനെയാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. സ്നേഹപൂർവം, രഞ്ജൻ, കായനാടത്ത്.